ഈ ജയൻ ആദ്യം വന്ന കാലഘട്ടം നമ്മുടെ ഷൂട്ടിംഗ് സെറ്റുകളിൽ വന്നത്, നമ്മളോട് ചാൻസ് ചോദിച്ച് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞത്. ഞാൻ അന്ന് രാത്രി പോവുക, കോളിലൊക്കെ തീർന്നിട്ട് വേണം. അപ്പോൾ രാവിലെ നമുക്ക് ഈ ഏതോ ഒരു ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞിട്ട് ജയൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അവിടെ പ്രശ്നമായി, പിന്നെ ആശുപത്രി കൊണ്ടുപോയി, മരിച്ചു എന്നാണ് പിന്നെ അറിയുന്നത്. ജയനോടുള്ള ഒരു പ്രത്യേകത, അത് ജനങ്ങൾക്ക് തോന്നാനുള്ള കാരണം വെച്ചാൽ അതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം വന്നു. ശരിക്കും ഈ പ്രണയ വിവാഹമായിരുന്നു? അല്ല, പെട്ടെന്ന് നമുക്ക് കിട്ടിയാലെന്താ. അപ്പോൾ ആദ്യമായിട്ടൊരു പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എനിക്കാണെങ്കിൽ തലേ രാത്രി ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന കാരണം ഞാൻ അവരുടെ വീട്ടിൽ കിടന്നങ്ങ് ഉറങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ച്. ജാതകം 2007 വരെയുള്ളൂ. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2005 മരിച്ചു. അപ്പം മോഹൻലാൽ ഒരു ബഹളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. പിന്നെ മോഹൻലാലിൻ്റെ കൂടെ പിന്നീട് 4-5 പിന്നെ മാടമ്പിയുണ്ട്, ഷിക്കാറുണ്ട്. മോളെ, ഈ പെയിന്റ് ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ? ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. അന്ന് ഏറെ കോളിലുണ്ടാക്കിയാണ് ചേച്ചിയുടെ വിവാഹം. പ്രണയ വിവാഹമായിരുന്നു. അന്ന് കാലടി നമ്പൂതിരി, അതായത് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി, കാലടി പരമേശ്വരൻ നമ്പൂതിരി എന്നാണ് പൂർണ്ണമായ പേര്. അതെ, അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വേനലിൽ ഒരു മഴ, സംബിസാറിന്റെ, പിന്നീട് പാപത്തിന് മരണമില്ല, അങ്ങനെ അതിലൊരു നല്ല കഥാപാത്രമായിരുന്നു. അതെ. ശരിക്കും ഈ പ്രണയ വിവാഹമായിരുന്നു? അല്ല, ഞാൻ അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് പാപത്തിന് മരണമില്ല അതിൽ വെച്ച. ഞാനൊരു ഗസ്റ്റായിട്ട്, അദ്ദേഹം അതിൽ നായരായിട്ടും ഞാൻ നമ്പൂതിരിയായിട്ടുമാണ്. ഒരു പാട്ട് പാടുന്നു, അങ്ങനെ വളയ്ക്കുന്നു, അതാണ് ഒരു ഇത്. ഇത് കഴിഞ്ഞു. അന്ന് എനിക്ക് ഇടയ്ക്ക് ഈ പിന്നെ തിരുവനന്തപുരത്തൊരു കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു, കേൾക്കാനും പുള്ളി വന്നു. അത് കഴിഞ്ഞു ഇങ്ങനെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടിയാലെന്താ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഓരോരുത്തർ തമാശയൊക്കെ പറഞ്ഞതുപോലെ എന്തോ പറയായിരിക്കും എന്ന് വിചാരിച്ചു. അല്ല, ഞാൻ സീരിയസ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സീരിയസ് അല്ല, കാരണം നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും നിങ്ങളുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാനേ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ 4 അമ്മാവന്മാർ, 3 അമ്മാവന്മാർ, ഗുരുവായൂർ മേശാന്തിമാർ, അവരുടെ മക്കൾ, അത് ഇത് ഇങ്ങനെയൊക്കെ എന്നെ അങ്ങോട്ട് കയറ്റത്തേയില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അല്ല, അത് അങ്ങനല്ല, അത് എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടം തോന്നണ്ടേ. ഞാൻ പറഞ്ഞു, ഒന്നാമത് വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പലരുടെയും വിവാഹം ഒരുപാട് കുഴപ്പത്തിൽ കൊടുക്കുന്ന ശ്രീവിദ്യയൊക്കെ കല്യാണം കഴിച്ച് ആകെ തകരാറി കിടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴേ എന്തിനു വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലോട്ട് പോയി കുഴപ്പമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ പുള്ളി ഇടയ്ക്ക് എൻ്റെ നമ്പർ മറ്റാസ് അന്ന് ലാൻഡ് ഫോണാണല്ലോ, ലെറ്റർ അയക്കുക, ഇതൊക്കെ ചെയ്യുക. പ്രണയമാണ് ഇതൊക്കെ. പക്ഷേ താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഇത് കൊടുക്കുക എനിക്കൊരു ശല്യമായെന്ന് തോന്നി. ഞാൻ ആലോചിച്ചു ഇത് എങ്ങനെ പിന്തിരിപ്പിക്കാം. അപ്പം വേനലിൽ ഒരു മഴ എന്ന് പറഞ്ഞൊരിതിൽ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ തമിഴ്സാറിൻ്റെ പടം. അപ്പോൾ സുകുമാരിയമ്മ എന്നോട് പറഞ്ഞു, ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, നിന്നോട് എന്തോ ഒരു, അതായത് ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞാൻ പോയിട്ട് വരാമെന്ന് പറയും, പിന്നെ ഒരു 5 മിനിറ്റ് കഴിയും പിന്നെയും തിരിച്ചു വരും. സുകുമാരി പറഞ്ഞത് എന്തോ ഒരു കുഴപ്പമാണല്ലോ. ഞാൻ പറഞ്ഞു പൊന്നു ചേച്ചി എനിക്കൊന്നുമില്ല. അപ്പം ഇങ്ങനെ അത് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ആലോചിച്ചു ഒരു പിന്തിരിപ്പിക്കണം ഇതെന്ന്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു വേറൊരു കാമുകനുണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെന്താ അയാൾ കല്യാണം കഴിക്കാത്ത? ഈ പറയുമ്പോഴേ ഈ കള്ളത്തരം പറയുമ്പോൾ തെറ്റിപ്പോവും. ഞാൻ പറഞ്ഞു അല്ല, അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ച ആളാണ് അയാളിപ്പോൾ എവിടെ? അയാളിപ്പോൾ ഞാൻ പറഞ്ഞത് ദുബായിലാണ്. ആഹാ, എന്നാൽ അയാളുടെ അഡ്രസ്സ് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തൊരു മനുഷ്യനെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഡ്രസ്സിന് വേണ്ടി നടക്കും. അപ്പോൾ എൻ്റെ ബ്രദർ പിന്നെ അവിടെ ദുബായിലുണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങനൊരു നിൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ലെറ്റർ എന്തെങ്കിലും വന്നാൽ എനിക്ക് തിരിച്ചയക്കണം. ഇങ്ങനെ എഴുതി എഴുതി നിങ്ങൾ എന്തൊരു മനുഷ്യനാ, അവർ കല്യാണം കഴിച്ച സ്ത്രീയല്ലേ, ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയല്ലേ, അല്ല കല്യാണം കഴിക്കാത്തൊരു സ്ത്രീയല്ലേ, തെറ്റില്ലേ ചെയ്യുന്ന മറ്റല്ലേ മറിച്ചത്, അവനിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ദൈവമേ, എന്തിപ്പോൾ ചെയ്യണ്ടേ? അപ്പം ഞാൻ ആലോചിച്ചു, ഇനി വീട് കാണണമെന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധമല്ലാത്താണെങ്കിൽ വിട്ടോളുമില്ല, പൊക്കോളുമില്ല. അതിനെന്താ വീട് കാണുന്നതിനെന്തേ?
ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന പോലെ വന്നാൽ ഗുരുവായൂർ തൊഴുകയും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യും. അപ്പോൾ ഞാനിതൊരു ഷൂട്ടിങ് കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി എന്നെ തൊഴിയിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അമ്മയോടൊക്കെ പറഞ്ഞു എൻ്റെ കൂടെ അഭിനയിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം. ആദ്യമായിട്ടൊരു പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇതെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എനിക്കാണെങ്കിൽ തലേ രാത്രി ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന കാരണം ഞാൻ അവരുടെ വീട്ടിൽ കിടന്നങ്ങ് ഉറങ്ങി. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained, get placed. ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ പോകാൻ നേരത്ത് എനിക്ക് ഇനി തിരിച്ചു പോകേണ്ട എറണാകുളത്താണ് ഷൂട്ടിങ്. പോകാൻ നേരത്ത് അമ്മയും കൂടെ കാറി വന്നു എൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ താമസിക്കുന്ന ഹോട്ടലിലോട്ട് എറണാകുളത്തുണ്ട് BTH കിട്ടും. അങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ ഇതിലും രക്ഷയില്ല, ഇനിയിപ്പോൾ എന്തിപ്പോൾ ചെയ്യേണ്ടത്? അങ്ങനെ പിന്നെ ഇങ്ങനെ ഈ മറ്റേ ലാൻഡ് ഫോണാണ്, അത് വിളിക്കുക, എഴുത്തുകൾ അയക്കുക, ഇങ്ങനെയൊക്കെയായി. പിന്നെ എനിക്കൊരു സഹതാപമായി. കഷ്ടമാണല്ലോ ഇത്. നമ്മളെ എന്തോ ഒരു ആത്മാർത്ഥതയുള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അഭിനയം നിർത്തും. കാരണം നിങ്ങളവിടെയും ഞാനിവിടെയും ശരിയാകത്തില്ല. അപ്പോൾ 1-2 സിനിമകളൊക്കെ ഉണ്ട്, കോളിലൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തീരുമാനിക്കും. എന്തായാലും നമ്മളെ വീട്ടിൽ കയറ്റുക. ഞാൻ പറഞ്ഞു വീട്ടിൽ കയറ്റിയില്ല, ഗഡ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിൽ കയറ്റിയില്ല എന്ത് ചെയ്യും? അപ്പം അദ്ദേഹം ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നു, കംപ്ലീറ്റ് കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ ജീവിക്കും? ഞാൻ ക്ലിനിക്കൊക്കെ തുടങ്ങും, ഞാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം വീട്ടിൽ കയറ്റിയില്ല, എന്നെ അടുത്ത് തന്നെ വീട് വാടകയ്ക്ക് എടുക്കുന്നു. അത്ര ധൈര്യമാണ്. അപ്പം എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നീട്ടണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഞാൻ പറഞ്ഞു. അപ്പം ശങ്കരൻ നായർക്കും ഉഷാറാണിക്കും ഒക്കെ കാര്യങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞു അവർ സാക്ഷിയായിട്ട് നിൽക്കും, അവർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് മുമ്പ്. അപ്പം ഇതൊക്കെ അറിയാം. ഇതിനിടയ്ക്ക് പിന്നെ ഈ ഗുരുവായൂർ അമ്പലം കത്തിയ ഒരു സമയത്ത് ഇദ്ദേഹം അവിടെ പിന്നെ പ്രീ-ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെയെന്ന് വെച്ചാൽ ആലുവ UC കോളേജ്. അപ്പം അവിടെ അമ്പലത്തിൽ രാവിലെ പിന്നെ നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് നേരത്തെ രാത്രി തന്നെ ഒരമ്മാവൻ താമസിക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ബാക്കിലായിട്ട്. അവിടെ പോയി രാത്രി 1 മണിക്ക് വന്നപ്പോൾ അമ്പലം കത്തിക്കൊണ്ടിരിക്കുന്നു. 70-ആണെന്ന് തോന്നുന്നു. ആരും അങ്ങോട്ട് കയറുന്നുമില്ല. അപ്പം ഇദ്ദേഹം നേരെ പോയിട്ട് ഒരു വാര്യരെയോ ആരെയോ ഒരാളെ കൂടെ വിളിച്ചിട്ട് നേരെ അമ്പലത്തിനകത്ത് പോയിട്ട് ആ വിഗ്രഹം എടുത്തിട്ട് പിന്നെ കൂത്തമ്പലത്തിൽ തന്ത്രിയുടെ കൊണ്ടുവച്ചു. അങ്ങനെയൊക്കെ ഞാൻ അപ്പോൾ അതെല്ലാം എന്നോട് പറഞ്ഞ് എൻ്റെ പേപ്പർ കട്ടിങ്ങൊക്കെ എൻ്റെ തന്നു, ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും അതാ, ഇത്രയൊക്കെ ആയിട്ടുള്ള ഒരാളെ നമുക്കൊരു ഭർത്താവായിട്ടൊക്കെ വേണം, ഈശ്വര അങ്ങനെയൊക്കെ കിട്ടുമോ? അങ്ങനെയൊക്കെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിൽ. എന്തായാലും കയറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് രജിസ്റ്റർ ചെയ്തു. അമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു നീ എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ നിന്റെ തീരുമാനം. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഈ വീട് കൊടുക്കും, എന്നിട്ട് ആ കാശ് അമ്മയ്ക്ക് തന്നേക്കും, അമ്മ നാട്ടിൽ വീടുണ്ടല്ലോ, അമ്മ അവിടെ പോയി താമസിക്കുക, അങ്ങനെ ഇങ്ങനെ ഉള്ള രീതിയിലൊക്കെ അങ്ങനെ. അപ്പോൾ രജിസ്റ്റർ ചെയ്യണം. അദ്ദേഹത്തിന്റെ വീട്ടിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം? ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യണം. പിന്നെ നമ്മുടെ ശങ്കരൻ നായർ സാറും ഉഷാറാണിയും വന്നു. മറ്റാസിലൊരു അമ്പലത്തിൽ വെച്ച് മാലയൊക്കെ രജിസ്റ്റർ ചെയ്തു. എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 10 പേരെ അറിയിക്കണമല്ലോ. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അതിനെ കല്യാണം അത് വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോൾ അവർക്കൊരു ഷോക്കാണത്. പിന്നെ അവരിതൊക്കെ ഫോട്ടോയും പരിപാടിയും കാണുന്ന പേപ്പറില്ല. അപ്പോഴത്തെ അമ്മ നേരത്തെ മരിച്ചുപോയി. അമ്മ കല്യാണത്തിന് ഒരു 5-6 മാസം മുമ്പേ മരിച്ചുപോയി. പിന്നെ അച്ഛനേ ഉള്ളു അവിടെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ സഹോദരനും എഞ്ചിനീയറാണ് തിരുവനന്തപുരത്ത്, സഹോദരി അങ്ങ് അമേരിക്കയിൽ. അവരൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് അന്ന് അവിടെ വീട്ടിൽ പോയപ്പം. അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞു. അപ്പം പിന്നെ സഹോദരി വിളിച്ച് എന്തോ സംസാരിച്ചു, നിനക്ക് എൻ്റെ ആവശ്യമുണ്ടോ, അതൊക്കെ എൻ്റെ തീരുമാനമാണ്, മറ്റാണോ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ലാസ്റ്റ് അഭിനയിക്കാനുള്ള പടമാണ് കോളിളക്കം. അപ്പോൾ കോളിളക്കം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും വേറെ കുറച്ച് പടങ്ങളൊക്കെ വന്ന് വേണ്ടെന്ന് വെച്ചു. നമ്മൾ നേരെ ഒരു കുന്നംകുളത്തിനടുത്തൊരു വീടെടുക്കുന്നു. ആ വീടൊക്കെ എടുത്തു കഴിഞ്ഞു. അങ്ങോട്ട് താമസം മാറ്റുന്നു. ഇദ്ദേഹം അച്ഛൻ പിന്നെ ക്ലിനിക്കിൽ പോകത്തില്ലായിരുന്നു. അങ്ങനെ പോയി ക്ലിനിക്കൊക്കെ തുറന്ന് അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ഞാൻ ആ കോളിളക്കത്തിൻ്റെ ലാസ്റ്റ്, അതായത് 1980 നവംബർ 16 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ അന്ന് രാത്രി പോവുക, ഈ കോളിളക്കം തീർന്നിട്ട് വേണം. അപ്പോൾ രാവിലെ നമുക്ക് ഈ ഏതോ ഒരു പിന്നെ ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞിട്ട് ജയൻ ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നിട്ട് ഒരു നല്ല എല്ലാവരും നല്ല സന്തോഷത്തോടെ വിരിയുന്നു. പക്ഷേ
അവിടെ നടന്നപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളായി. സെറ്റിൽ ഒന്നും നടക്കത്തില്ല. അവിടെ പ്രശ്നമായി. ഇവന് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരിച്ചു എന്നാണ് പിന്നെ അറിയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാനും വയ്യ. പിന്നെ ഞാനില്ലാതെ തന്നെ വേറെ ഒരു ദിവസം കെ.ആർ. വിജയൻ സാറിനെ വെച്ചെടുത്ത് അങ്ങനെ അവസാനിപ്പിച്ചു. പക്ഷെ ആ ഒരു യാത്ര ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുന്നംകുളത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജയൻ മരിച്ചു. മരിച്ചു. ആ അവരറിഞ്ഞിട്ടാണ് പോകുന്നത്. അവരറിഞ്ഞിട്ടാണ് പോകുന്നത്. പോകാതിരിക്കാൻ വയ്യ. കാരണം നമ്മളെല്ലാം ഈ സാധനങ്ങളൊക്കെ ലോറിയിൽ അയച്ചു കഴിഞ്ഞു. അപ്പം അതിനെപ്പറ്റി ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിപ്പോയി. ഈ ജയൻ ആദ്യം വന്ന കാലഘട്ടം, നമ്മുടെ ഷൂട്ടിംഗ് സെറ്റുകളിൽ വന്നത്, നമ്മളോട് ചാൻസ് ചോദിച്ച് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞത്, ഈ ഞാനിപ്പോൾ ഹരിപോത്തനോടൊക്കെ പറഞ്ഞിട്ടൊരു സീനൊക്കെ അഭിനയിപ്പിച്ച് വള്ളമൂന്നുകാരനായിട്ടും ആ ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. കാരണം ഒരു പെട്ടെന്നൊരു വളർച്ചയല്ലേ. ഒരു 6 വർഷം കൊണ്ട് 150 സിനിമ ഒരാൾ അഭിനയിച്ചു. ഒരു സൂപ്പർ സ്റ്റാറത്തിലേക്ക് മാറിയത്. മാറി. അഭിനയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭ്രാന്ത് പോലെ എല്ലാ സെറ്റിലും നടക്കുമായിരുന്നു. ചേച്ചിയെടുത്തൊക്കെ ചാൻസ് ചോദിച്ചിട്ടുണ്ടല്ലേ? ആ ഉണ്ട്. എന്നോട് പറഞ്ഞു എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒന്ന് നിങ്ങളൊക്കെ പറയണം കേട്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യരായിരുന്നു. ഞങ്ങളൊക്കെ ഉദയ സ്റ്റുഡിയോയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ബോഡി ഗാർഡായിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അത് എന്താണെന്നൊരു ജയനോടുള്ളൊരു പ്രത്യേകത, അത് ജനങ്ങൾക്ക് തോന്നാനുള്ള കാരണം വെച്ചാൽ അതുവരെ മലയാള സിനിമയിലുണ്ടായിരുന്ന ഒരു മാറ്റം വന്നു. കാരണം ഒരു മാൻലി ആണല്ലോ. അതെ, മലയാള സിനിമയിൽ ഇപ്പം നസീർ സാർ ഒഴിച്ച് ബാക്കിയെല്ലാം കുറച്ച് കുടവയറും ശരീരമൊക്കെ വണ്ണം വെച്ചുകൊള്ള കുറച്ച് ആൾക്കാർ. ഈ തമിഴ് തെലുങ്ക് ആൾക്കാർ ശരീരം സൂക്ഷിക്കുന്ന പോലെ ശ്രദ്ധിക്കത്തില്ല. ഈ സോമേട്ടൻ സുകുമാരേട്ടൻ അങ്ങനെ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഒരു ശരീരമൊക്കെ ഒരു നല്ല ഇതൊക്കെ ഉള്ള ഒരാൾ വന്നപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചു. അതാണ് ജയൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കള്ളു കുടിക്കത്തില്ല, നീട്ട് വലിക്കത്തില്ല, ശരീരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. അതായിരുന്നു. അപ്പോൾ ജയനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അത് തന്നെ ഒരു ഇതാണ്. നോക്കൂ, അദ്ദേഹം ഓർമ്മയാവുന്ന ദിവസമാണ് ജയിച്ച് സിനിമാ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. അങ്ങോട്ട് പോകുന്നു. അതെ, അതൊരു കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു. ഇതും ഒരു കോളിളക്കം. ജീവിതത്തിൽ ഒരു ഞങ്ങൾ കുന്നംകുളത്ത് താമസമൊക്കെ ആയി. അപ്പം അച്ഛൻ, അപ്പം പിന്നെ ചേട്ടൻ വന്നിട്ട് എഞ്ചിനീയർ ആയിരുന്നു കുറേ നാൾ, ഓസ്ട്രേലിയ. അതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ്റെ ഭാര്യ പിന്നെ പ്രൊഫസറായിരുന്നു MG കോളേജിൽ തിരുവനന്തപുരത്ത്. അവർ തിരുവനന്തപുരത്തായിരുന്നു. അപ്പം അച്ഛന് പിന്നെ അവരുടെ കൂടെ അങ്ങോട്ട് പോയി. അപ്പം അച്ഛന് പിന്നെ എനിക്കപ്പോഴത്തേക്ക് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് താമസിച്ച് ഒരു കൊച്ചൊക്കെ ആയി, വിശാഖൊക്കെ ഉണ്ടായി. അപ്പോഴത്തേക്ക് പിന്നെ അച്ഛന് പിന്നെ നമ്മളെ വീട്ടിൽ കയറ്റി. അച്ഛൻ എന്നിട്ട് അവരോട് എല്ലാം മാറി. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ വലിയ ഫാക്ടറിയൊക്കെ ആക്കി, മാനുഫാക്ചറിങ് പരിപാടിയൊക്കെ. ഞാനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു. എനിക്ക് സിനിമയല്ലായിരുന്നു, കച്ചേരിയൊക്കെ നിർത്തേണ്ടി വന്നു. കാരണം ഈ ഒരു ഇതിലോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ എൻ്റെ കൂടെ വരാൻ ആരുമില്ല. അങ്ങനെ എന്നാൽ പോട്ടെ, അങ്ങനെ ഞാൻ 23 വർഷം പാടാതിരുന്നത്. അപ്പം പിന്നെ കംപ്ലീറ്റ് ഞാൻ ആയുർവേദത്തിലോട്ടായി. അത് എനിക്ക് തന്നെ അത്ഭുതമാണ്, ഞാൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചു. കാരണം ഒരു കൊച്ചു ഡോക്ടറാണ്. അതറിയാം. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ എന്തെങ്കിലും എനിക്ക് ഒരു ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആയുർവേദമാണ്. ഇപ്പോഴും ഞാനൊരു മാസം ഒരു 4-5 പ്രാവശ്യം എണ്ണ തേച്ച് കുളിക്കും. അത് അങ്ങനെ വലിയതുകൊണ്ട് ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ആകെയുള്ള ഒരു അസിഡിറ്റിയാണ്. ഈ അസിഡിറ്റി കിട്ടാനൊരു കാരണമുണ്ട്. കാരണം 23 വർഷം കുന്നംകുളത്താണ് താമസിച്ചത്. പിന്നെ ഈ നമ്പൂതിരിമാരുടെ ആഹാരം അറിയാമല്ലോ, അവരൊന്നിലും മുളക് ചേർക്കത്തില്ല. എല്ലാം ഈ പിന്നെ മെഴുക്കുരട്ടിയൊക്കെയാണ്, അധികം മുളകില്ലാത്ത. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിലോ ഒരുപാട് മുളകും മത്സ്യവും മാംസവും ഒക്കെ തിന്ന് ജീവിച്ച ഒരു സ്ത്രീയാണ് ഇത് അങ്ങോട്ട് പോയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ മുളകേ ഇല്ല. അപ്പം 23 വർഷം ഇങ്ങനെയുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് മുളക് കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചാൽ എനിക്ക് അസിഡിറ്റി കൂടും. അപ്പോൾ അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അല്ല, അവിടെ വന്നിട്ട് നോൺ വെജ് എടുത്തിട്ടില്ല അതേമായിട്ടുള്ള കാലത്ത്? ഇല്ല, ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, വീട്ടിലുണ്ടാക്കത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു മുട്ട ചേർത്ത കേക്ക് പോലും കഴിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരന് നമ്മുടെ പിന്നെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്കൊന്ന് വയറ്റിലൊരു ഗ്യാസ്. നമ്മളിതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നില്ലേ, പുള്ളിക്കാരനത് മനസ്സിലായി. പുള്ളിക്കാരനെ വെച്ചാൽ എല്ലാ ആഴ്ചയും അപ്പോൾ അതായത് തൃശ്ശൂർ കൊണ്ടുവന്ന് ഹോട്ടലിൽ നിന്നെല്ലാം കഴിപ്പിക്കും. എന്നോട് പറയും, മത്സ്യം കഴിക്കണ്ട, അത് ഭയങ്കര നാറ്റം കേട്ടോ, ചിക്കനൊക്കെ കഴിക്കും. ഓക്കെ. അപ്പോൾ എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പല്ലൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് വരാവും എന്നൊക്കെ പറയും. അത് കുഴപ്പമില്ല. പിന്നെ ഒരു മാസത്തിലൊരിക്കൽ കരുവറ്റായി പോകും. കരുവറ്റായി പോകുമ്പോൾ അമ്മ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കും. അതെ,
അതൊക്കെ ഒരു നല്ല, പക്ഷെ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തിരുന്നു. ഒരു നല്ല ഹസ്ബൻഡായിരുന്നു. നല്ല ഹസ്ബൻഡായിരുന്നു. എനിക്ക് ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ വയ്യ, എനിക്ക് കിട്ടിയ ഒരു നല്ല ജീവിതം. പിന്നെ സിനിമാക്കാരുടെ ജീവിതം പറയുന്ന പോലെ സെക്കൻഡ് അല്ല, അതെ. ഫസ്റ്റ് തന്നെ. അതെ, അതെ. എല്ലായിടത്തും 2ഉം 3ഉം ഒക്കെ ആണല്ലോ, അതൊന്നുമല്ല, ഫസ്റ്റ് തന്നെയാണ്. അതൊരു വലിയ അത്ഭുതം തന്നെ. കാര്യം എന്നെ പോലെ, സത്യം പറഞ്ഞാൽ എന്നെ പോലെ ഒരു വ്യക്തി അങ്ങേർക്ക് കല്യാണം ഒരു ആവശ്യമില്ല. എൻ്റെ തലയിലെഴുത്ത് അങ്ങേർക്ക് എന്നെക്കാട്ടി പ്രായം കുറഞ്ഞതോ ഒരു നല്ലൊരു ഫാമിലിയിൽ ഒരാളെ കിട്ടും, അല്ലേ? അതെ, അതെ. അപ്പം അതൊക്കെ നമ്മുടെ ഒരു ദൈവം തന്ന അതെ, അതെ. ഒരു അനുഗ്രഹമാണ്. നിലനിൽപ്പാണ്. അനുഗ്രഹീത. അനുഗ്രഹീതം തന്നെയാണ്. അതെ. പിന്നെ ആദ്യം അങ്ങേര് വേറെ കല്യാണവും കഴിച്ചിട്ടില്ല. അതാണ് പിന്നെ ഏറ്റവും, അതെ, അതാണ് ഏറ്റവും ഇത്. അതെ, അതെ, അതെ. ഈ ഫീൽഡിൽ അങ്ങനല്ലല്ലോ, എല്ലാം സെക്കൻഡും തേർഡുമല്ലേ. അതെ, അപ്പോൾ അങ്ങനെ ഒരു നല്ല ജീവിതം. ഞാൻ ഇനി സിനിമയിലോട്ടില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സിനിമയെക്കാട്ടിലും ബിസിയായി. അതെ, അതെ. ഞാനൊരു 5:30 മണിക്ക് രാവിലെ എഴുന്നേറ്റ് മോനെയൊക്കെ റെഡിയാക്കി സ്കൂളിൽ പോയി ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒരു 8:30 മണിയാകുമ്പോൾ ഈ പെണ്ണുങ്ങൾ വരും ഫാക്ടറിയിൽ, ഒരു 10-15 പേര്. മെഷീൻസ്, കുപ്പി കഴുകുന്നതും എല്ലാം മെഷീൻസ്. ഇപ്പോൾ രാവിലെ തന്നെ ചിലപ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ എല്ലാം ഈ ചതയ്ക്കേണ്ട സാധനങ്ങളൊക്കെ കഴുകി എല്ലാം വെച്ചേക്കും. ഞാൻ തന്നെ അങ്ങ് ചതച്ചിട്ടെങ്കിൽ പിന്നെ വാരിയാൽ മതിയല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് ഈ മരുന്ന്, തീരുന്ന മരുന്നുകൾ എടുക്കാൻ. പിന്നെ തൃശ്ശൂർ പോകുന്നതും എൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നതും എല്ലാം ഞാനായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാനായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ആ ജീവിതം. സമയത്താണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഒരിക്കൽ മമ്മൂട്ടിയും വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടല്ലേ അവിടെ വന്ന്. അതൊരു വാർത്തയൊക്കെ 1001 മണിവത്തൂരിലായിരുന്നു. അതെ അതെ. അപ്പം നമ്മുടെ ഈ ആരാണ്, മണ്ണാർക്കയം ബേബിയായിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പം മമ്മൂക്ക ഭാര്യയ്ക്ക് എന്തോ അസിഡിറ്റിയോ എന്തോ എന്ന് പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചു. അന്നാണ് മമ്മൂക്ക കാണുന്നത്. മമ്മൂക്ക കാണുന്ന അന്നാ. പിന്നെ ഞങ്ങൾ ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അതിനുശേഷം മമ്മൂക്കയോടൊപ്പം പിന്നെ ഒരുപാട് സിനിമ വെച്ചിട്ടുണ്ട്. പ്രമാണി, പിന്നെ വർഷം, അതിലൊക്കെ അഭിനയിച്ചായിരുന്നു. പിന്നെ ലാലിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ശശികുമാർ സാറ് എൻ്റെ പടത്തിൽ ഒത്തിരി ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം സാറുമായിട്ട് നല്ലൊരു സൗഹൃദമായിരുന്നു. അപ്പം സാറും ആലപ്പുഴക്കാരനാണ്. സാറപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ വിളിക്കും, കുഞ്ഞെ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലെ ആട്ടക്കലാശം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ കരുവറ്റായി പോയിട്ട് തിരിച്ചങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പം അവിടെ സെറ്റ് വെച്ചാണ് ഞാൻ പിന്നെ ലാലിനെ കാണുന്നത്, മോഹൻലാലിനെ കാണുന്നത്. അപ്പം മോഹൻലാൽ ഒരു ബഹളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. പിന്നെ മോഹൻലാലിൻ്റെ കൂടെ പിന്നീട് 4-5 പിന്നെ മാടമ്പിയുണ്ട്, ഷിക്കാറുണ്ട്, ഒക്കെ അഭിനയിച്ചു. അതെ, ഫ്ലാഷിലാണ് ആദ്യം അഭിനയിക്കുന്നത്. അതെനിക്കൊരു ഭയങ്കര ത്രില്ലായിരുന്നു. മോഹൻലാലിനോട് അഭിനയിക്കാൻ പോകല്ലേ. പക്ഷെ നല്ല എല്ലാം നമ്മളോടുള്ള ബഹുമാനത്തോടു കൂടി തന്നെ. അതെ, നമ്മൾ ഒരു സീനിയറാണെന്നുള്ള ഇപ്പോഴും അതെ. അത് മമ്മൂക്കായാലും അതെ, ഇവരോടൊക്കെ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റുന്ന കുടുംബജീവിതം. ഞാനത് ഒരിക്കലും ഈ വിട്ടുപോകും, അങ്ങനെ മരിച്ചു ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജാതകം 2007 വരെ ഉള്ളൂ. 2005 മരിച്ചു. അല്ലല്ല, ഈ അതായത് അത് ശൂലപാണി വാര്യരെന്നും പറഞ്ഞിട്ട് വലിയ, അദ്ദേഹം മരിച്ചു ഉണ്ടല്ലേ. അദ്ദേഹം എഴുതി വെച്ച ജാതകമാണ്. ഇദ്ദേഹത്തിന് 2 പ്രാവശ്യം ജോണ്ടിസ് വന്നു. ആദ്യത്തെ പ്രാവശ്യം ഒന്നും മനസ്സിലായില്ല, ഇച്ചിരി കൂടുതലായിപ്പോയി. 2ാമത്തെ പ്രാവശ്യം വന്നു. അങ്ങനെയാണ് ലിവർ പ്രശ്നം വന്നു. നോൺ വെജ് എടുക്കാറില്ല, മദ്യപിക്കാറില്ല, അല്ല, എന്നിട്ടും ജോണ്ടിസ്. അതെ. സിഗരറ്റ് വലിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇത് എഴുതാൻ നേരത്ത് രാത്രി മാത്രം, മുഴുവൻ വലിക്കത്തില്ല, ഒന്ന് വലിച്ചു കളഞ്ഞു. അങ്ങനെ. അതല്ലാതെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇതൊക്കെ ഇത് ഞാൻ വിചാരിക്കുന്നത് അവസാനം എന്താണ് ജോണ്ടിസ് വന്നു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഈ ഈസോഫാഗിൽ എന്തോ ഒരു പൊട്ടൽ വന്നു ഇവിടെ. അപ്പം ബ്ലീഡിങ് വന്നു. വോമിറ്റ് ചെയ്തു ശകലം. ആദ്യം മോഷന് കൂടെ പോയി. ഫ്ലഷ് ചെയ്യുമ്പോൾ ചുവന്നു പോകും. അപ്പോൾ അങ്ങർക്ക് ഭയങ്കര പ്രഷർ കൂടുന്ന പോലെ എന്തോന്ന് തോന്നി. അപ്പോൾ അത് വോമിറ്റ് ചെയ്തൊരു പ്രാവശ്യം. അപ്പോൾ തന്നെ കുന്നംകുളത്ത് ഹോസ്പിറ്റലിൽ കയറി. ഞാൻ കുന്നംകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ കയറി സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തിലകൻ ചേട്ടനും എൻ്റെ ഒരു റിലേറ്റീവ് ഡോക്ടർ ജയൻ എന്ന് പറഞ്ഞൊരു അഭിനയിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇരിപ്പുണ്ട് അവിടെ, ഒരു ഷൂട്ട് നടക്കുക. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ നേരെ തൃശ്ശൂർ കൊണ്ടുവന്നു. അപ്പോൾ ഈ പൊട്ടൽ ഇടയ്ക്കിടയ്ക്ക് വരും. അതെല്ലാം ശരിയാക്കി. പക്ഷേ എന്നാലും അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഈ ജോണ്ടീസിൻ്റെ പ്രശ്നം കാരണം ലിവർ ഇച്ചിരി വീക്കാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു.
അപ്പോഴാണ് പുള്ളി പറഞ്ഞത് നമുക്ക് ഇതെല്ലാം കൊടുത്ത് നമുക്ക് തിരുവനന്തപുരത്തോട്ട് മാറാം. കാരണം തിരുവനന്തപുരത്താണ് ഒരു 4-5 വർഷം പുള്ളി താമസിച്ച് പഠിച്ചതൊക്കെ. അപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അങ്ങോട്ട് മാറാമെന്ന് പറഞ്ഞതെല്ലാം പെട്ടെന്ന് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുക. അങ്ങനെയാണ് എല്ലാം കൊടുത്തു. തിരുവനന്തപുരത്തേക്ക് 2004 അല്ല, 2002 2002 അങ്ങനെ വീടൊക്കെ വാങ്ങിച്ചു. പെട്ടെന്ന് അവിടെ പിന്നെ ഇടയ്ക്ക് കിംസിൽ ഇങ്ങനെ പോകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ പൊട്ടൽ വരും. അങ്ങനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു വലിയ ഫ്ലെക്സൊക്കെ വെച്ചു. ഞാനിവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. അപ്പം ആര് പറഞ്ഞു ഡോക്ടർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അത് പേപ്പറിൽ കൊടുത്താൽ പേപ്പറൊന്നും ഇപ്പോൾ ആരും വായിക്കത്തില്ല. അതിനൊക്കെ ഒരു ഗട്ട്സ് ഉണ്ട്. കാരണം വലിയ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഫ്ലെക്സേ വെച്ചു. അപ്പം എന്നോട് എനിക്ക് ബാലചന്ദ്രനും പറഞ്ഞു ഡോക്ടർ ഇവിടെ ചികിത്സിക്കുന്നു പറഞ്ഞ് ഫ്ലെക്സ് വയ്ക്കാം. ഞാനൊക്കെ എന്തോ പറഞ്ഞൊരു ഫ്ലെക്സ് വയ്ക്കും. അങ്ങനെ അത് ഗട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇവിടെ. പ്രമേഹത്തിനെ കുറിച്ച് 10 വർഷം റിസർച്ച് ചെയ്തു, നാഷണൽ അവാർഡ് വാങ്ങിച്ചു. അതായത് ഒരു വ്യക്തി നടന്നു വരുമ്പോഴേ പറയും പ്രമേഹം ഉണ്ടെന്നുള്ളത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ശിവജി ഒരു മരിച്ചുപോയി, നമ്മുടെ കുന്നംകുളത്ത് വന്നു. കുന്നംകുളത്ത് നടന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രമേഹം ഉണ്ടെന്ന്. അപ്പം പുള്ളി ചോദിച്ചു ഉണ്ട്. അത് അങ്ങനെ അറിയാം. ഞാൻ 1-2 പാറ്റൻ്റ് എടുത്ത് വെക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് മാനസികമായിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളപ്പാണ്ടിന് പുള്ളി മാറ്റുമായിരുന്നു, ചികിത്സിച്ച്. അതുപോലെ വയറ്റിലുള്ള ഈ പ്രസവിച്ച് സ്ട്രെച്ച് മാർക്ക് അതൊരു 3 മാസം കൂടുമ്പോഴേ മരുന്നൊക്കെ ഇട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതി വെച്ച് പിന്നെ നമ്മുടെ ആ ഒരു മാനസിക അവസ്ഥ ഞാനെല്ലാം എടുക്കാം. എവിടൊക്കെയോ ആണ്, എന്തൊക്കെയോ ആണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ലേക്ക് ഷോറിൽ പോയി. പിന്നെ മോനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോളൊക്കെ 2ാം ക്ലാസ്സിലേ ആയുള്ളൂ. പഠിച്ചുകൊണ്ട് പെട്ടെന്ന് ഒട്ടും വയ്യാതായി. അപ്പോൾ ലേക്ക് ഷോറിൽ കൊണ്ടുപോയി. അതുപോലെ തന്നെ അപ്പം കിഡ്നി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അവർ ഒരു മെഷീൻ ഇവിടെ വെച്ച് 45,000 രൂപ 1 മണിക്കൂറിന് 2 കിഡ്നി ഫെയിലറായിപ്പോയി. അപ്പം തോന്നി. അപ്പം ഞാനതുവരെ ബാങ്കോ പരിപാടിയൊന്നും എനിക്കറിയാൻ വയ്യ. എൻ്റെ ലോക്കറിൻ്റെ എവിടെ വെച്ചിരിക്കുന്നു എന്ന് പോയി. കാരണം എന്നോടിടയ്ക്ക് പറയും നീ ശ്രദ്ധിക്ക്. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ എന്തിനു ശ്രദ്ധിക്കുന്നു, ഞാൻ ഇൻകം ടാക്സും പരിപാടിയൊക്കെ നിർത്തിയിരുന്നല്ലേ, എല്ലാം ഇങ്ങനെ നോക്കിക്കോട്ടെ. എനിക്കിങ്ങനെ ഇപ്പം മരിച്ചു അതിന് അങ്ങനെ ഒരു വിചാരമേ ഇല്ല. ഈ ജാതകം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ നടക്കട്ടെ. അങ്ങനെ ഒടുക്കം ഈ മൂക്കിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഈ പിന്നെ ICU കിടക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഇത് എവിടെയാണ് ഞാൻ എഴുതുന്നത്, വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു കേട്ടത്. ഒന്നാമത് നമുക്ക് അതിനകത്ത് കയറിയുണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ കിടക്കുക. ഈ എല്ലാവരും നമ്മളെ അത്ഭുതത്തോടെ നോക്കും. ഇങ്ങനെ ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടല്ലോ. അതുപോലെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഞാൻ എഴുതുക, ഈ എവിടെ വെച്ചിരിക്കുന്നത്, എന്തോ വെച്ചിരിക്കുന്നത്, എനിക്കെന്തോന്ന് അറിയാൻ വയ്യ. ഞാൻ പുറത്തിറങ്ങി ഒറ്റ കരച്ചിൽ. അപ്പം MG ശ്രീകുമാറും ഭാര്യയും ഉണ്ടായിരുന്നു പുറത്ത് കാണാൻ വന്നിട്ട്. എന്തോന്നുള്ളതിനെ പറ്റി എനിക്കറിയാൻ വയ്യ. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബോഡിയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ. അത് കഴിഞ്ഞ് എൻ്റെ മോനോട് പറഞ്ഞു അമ്മ എന്തോ സംസാരിക്കുന്നില്ല. എനിക്ക് കരച്ചിലല്ല, എനിക്കിനിയുള്ള കാര്യങ്ങൾ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും ആയില്ല. ഇനി എന്താണ് ജീവിതം, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എങ്ങനെ ഇനി മുമ്പോട്ട് എങ്ങനെ പോകും, ഇത് ചിന്തകൾ. പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ട ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ പോയി താമസിക്കണോ, അല്ലെങ്കിൽ സായിബാബയുടെ അവിടെ പോകണോ. എനിക്ക് ഈ വീട്ടിൽ ഇനിയും പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇരിക്കുന്ന മുറിക്കകത്ത് ഒരു മനുഷ്യനൊരു മണമുണ്ട്, അതെപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറാൻ വയ്യ, ഇങ്ങോട്ട് കയറാൻ വയ്യ. അങ്ങനെ ഒരാഴ്ച ഞാൻ ഭയങ്കരമായിട്ട് ഇതാക്കി. പിന്നെ മാനസികമായിട്ട് പിന്നെ ഈ കുറച്ച് ഭക്തിയിലും ഉണ്ട്, ഭക്തി എന്നാലും കൂടുതലായിപ്പോയി. അങ്ങനെ വല്ല ചിന്തകളും പരിപാടികളൊക്കെ ആയിപ്പോയി. പിന്നെ പിള്ളേരൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജീവിതം എന്നുള്ള രീതിയിലായി. പക്ഷേ അപ്പോഴാണ് സുകുമാരിയമ്മ എന്നോട് പറഞ്ഞത് നീ ഇങ്ങനെ വിഷമിച്ച് എന്തിനാണ് ഇരിക്കുന്നത്, നിനക്ക്. അതിനു മുമ്പേ ഇദ്ദേഹത്തിന് അസുഖമായിരിക്കുമ്പോൾ തന്നെ സുകുമാരിയമ്മ സംസാരിച്ചിരുന്നു ഞങ്ങൾ. അപ്പം അപ്പോഴേ അദ്ദേഹം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ പാട്ട് നീ ഒന്നുകൂടെ റിവിഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പയ്യാങ്കര മതൊന്നൊരു ഒരാളുണ്ട്, പുള്ളിയുടെ കൂടെ പോയി പാട്ട് അപ്പോൾ റിവിഷൻ തുടങ്ങി. ഞാൻ ആലോചിച്ചു ഇങ്ങനെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ എന്ന്. അതൊക്കെ അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ സുകുമാരിയമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു
ഇവിടെ വെറുതെ അല്ലേ ഇരിക്കുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു സീരിയൽ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ അഭിനയിക്കും. ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് താല്പര്യമില്ല. 23 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാം മാറ്റമായിപ്പോയി. അങ്ങനെയാണ് ഞാൻ സീരിയൽ അഭിനയിച്ചത്. ഓർമ്മ അതിൽ അഭിനയിക്കാൻ പോകുന്നു. പക്ഷേ ഞാനവിടെ പോയിട്ടും ആ ഓർമ്മയിലോ ആണെന്നോ, ആ ഓർമ്മയ്ക്ക് മുമ്പ് ഒരെണ്ണം കൂടെ അഭിനയിച്ചെന്ന് തോന്നുന്നു, ഏതൊരെണ്ണം. അതിലെനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല. അത് വേറെ ആരോ ഡബ് ചെയ്തു, അമ്പിളിയാരോ ചെയ്തു. പിന്നെ ഓർമ്മ അങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ അങ്ങനെ വന്നു. സുമാരിയമ്മയാണ് എന്നെ അങ്ങനെ അതിലോട്ടൊന്ന് തിരിച്ചു വിട്ടത്. ഈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കണ്ട, നീ എനിക്ക് പിള്ളേരൊക്കെ പഠിക്കുന്നില്ലേ. അങ്ങനെ ജീവിതം അങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷേ ഇപ്പോഴും ഓർമ്മകൾ. കുറച്ച് നാളെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ തനിയലേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ തനിയെ ഏതെങ്കിലും ഒരു പടത്തിനോ അതിനെങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ചുമ്മാ എനിക്ക് തോന്നുന്നു അയ്യോ ഇപ്പോൾ ഒന്നും വന്നിരുന്നില്ല. ഇപ്പോൾ ഇതൊരു ഭയങ്കര. അതുപോലെ പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് പോയ പല വീടുകളും എനിക്ക് രണ്ടാമത് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഫീലിംഗ്. അവരെന്നോട് പറയുന്നു ഈ ഞങ്ങൾക്ക് കൂട്ടാൻ വിളമ്പിത്തന്നു, അത് വിളമ്പിത്തന്നു, അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫീലിംഗാണ്. ഭയങ്കര ഫീലിംഗായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും അതേ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ടല്ലേ. ഓരോ ബോർഡ് അന്വേഷിച്ചു പോയി. ഓരോ ബോർഡിൽ. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഈ അമ്മയ്ക്ക് വട്ട് പിടിച്ചു, ഇതെന്തോ ഇത്. അങ്ങനെയൊക്കെ പോയി അന്വേഷിച്ചു പോയി. ഇപ്പം എന്താണെന്നറിയോ, പിന്നെ നല്ല ഒരു ജീവിതമായിരിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ജീവിച്ചിരിക്കരുത്. സത്യം. എനിക്ക് ഈ പിന്നെ ഇടി ഭയങ്കര പേടിയാണ്. രാത്രി ഇടി വെട്ടും. അപ്പോൾ പുള്ളി പറയും ഇങ്ങനെ, ഒന്നുമില്ല കേട്ടോ, ഒന്നും പേടിക്കണ്ട കേട്ടോ, നാരായണ ജീവിച്ചു എന്നൊക്കെ പറയുമായിരുന്നു. അതുപോലെ നമുക്കൊരു പനി വന്നാലോ നമുക്കൊരു അസുഖം വന്നാലോ അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, സാരമില്ല കേട്ടോ, ഇങ്ങനെ ഒരാൾ പറയാൻ നമുക്കില്ല. അതൊരു വല്ലാത്ത ഫീലിംഗാണ്.